നമ്മുടെ കേരളത്തിൽ അങ്ങും ഇങ്ങുമുള്ള എല്ലാ അടുക്കളകളും തേടി അവരുടെ രുചികൾ തേടിയുള്ള നമ്മുടെ യാത്രയാണ് അയലത്തെ അടുക്കള. എത്രയൊക്കെ ഫാസ്റ്റ് ഫുഡ് കഴിച്ചാലും നമുക്ക് നമ്മുടെ നാടൻ ഭക്ഷണത്തിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ ഒന്ന് വേറെ തന്നെയല്ലേ. അങ്ങനെ നാടൻ ഭക്ഷണത്തിൻ്റെ രുചി തേടി ഞാൻ ദാ ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുകയാണ്. എല്ലാവർക്കും അയലത്തെ അടുക്കളയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ചേട്ടാ, ഈ മൂടപുരം എന്ന് പറഞ്ഞ സ്ഥലം? മൂടപുരം 3 കിലോമീറ്റർ. ചേട്ടൻ അങ്ങോട്ടാണോ? ആ വഴിയാണോ? എന്നാൽ ഞങ്ങൾ ഫോളോ ചെയ്യട്ടെ. ഇന്ന് വണ്ടിയുടെ മുന്നേ കൂടെ പോകാം. അപ്പോൾ മൂടപുരം ഇവിടെ നിന്ന് 3 കിലോമീറ്റർ ആണ്. നമ്മൾ ആറ്റിങ്ങലെത്തി. ആറ്റിങ്ങലിൽ നിന്ന് ഇവിടെ നിന്ന് 3 ഇത് ഈ ജംഗ്ഷൻ്റെ പേരെന്ത്? കോരാണി ജംഗ്ഷനിൽ നിന്ന് 3 കിലോമീറ്റർ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ മൂടപുരം എത്തും. നമ്മൾ അങ്ങോട്ട് പോകാൻ പോവാണ്. ചേട്ടൻ്റെ പുറകെ പോവാം. ആറ്റിങ്ങലാണോ വീട്? നിങ്ങളോടല്ല. ഈ ഡയലോഗ് ഓർമ്മയില്ലേ? നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പർ സിനിമയിൽ ആസിഫ് അലി ആ പെണ്ണിനെ വളയ്ക്കാൻ വേണ്ടി പറയുന്ന ഡയലോഗാണിത്. ആ പറഞ്ഞ ആറ്റിങ്ങലാണ് ഞാനിപ്പോൾ. ആറ്റിങ്ങലല്ല, ആറ്റിങ്ങൽ വന്നു. എന്നിട്ട് ഇങ്ങോട്ട് വീണ്ടും കുറേ ട്രാവൽ ചെയ്ത് മൂടപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു. വഴിയൊക്കെ ചോദിച്ച് 3 കിലോമീറ്റർ ഉള്ളൂ എന്നും പറഞ്ഞ് ഞാനിങ്ങോട്ടൊരു വരവ് വന്നതാ. എത്രയായെന്നറിയോ വരുന്നു? 3 കിലോമീറ്റർ ഒന്നും അല്ല, അതിൽ കൂടുതലുണ്ട്. എനിവേയ്സ് വന്നതാ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ്. നല്ല രസമാണ്, ഭയങ്കര പച്ചപ്പാണ്, കിളികളുടെ ശബ്ദമൊക്കെ ഉണ്ട്. പാചകകലയിൽ അഗ്രഗണ്യരാണെന്ന് തെളിയിച്ചുകൊണ്ടുള്ള കുറച്ച് ആൾക്കാർ നമ്മളിവിടെ കാത്തു നിൽക്കുകയാണ്. അവരെന്താണ് നമുക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നത്, എങ്ങോട്ടാണ് അവർ നമ്മളെ കൊണ്ടുപോകാൻ പോകുന്നത്, ഇപ്പം തന്നെ കുറേ നടത്തി, ഇനി എങ്ങോട്ടാണ് കൊണ്ടുപോകാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. പോവാം. അടുക്കളയിലേക്ക് പോവാമെന്ന് പറഞ്ഞ് ഞാൻ എന്താണ് ഈ കാട്ടിക്കൂടെ നടക്കണേന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്. ശരിക്കും നമ്മുടെ ഇന്നത്തെ അടുക്കള ദാ ഇവിടെയാണ്. ഓപ്പൺ സ്കൈ, ഇവിടെയാണ് നമ്മുടെ അടുക്കള. ഇവിടെ എന്താണ് നമുക്ക് വേണ്ടി കുക്ക് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി എനിക്കും അറിയില്ല. നമ്മളവിടെ പോയി തന്നെ കാണണം. എന്തോ സ്പെഷ്യൽ സാധനമാണെന്ന് മാത്രം അറിയാം. നമുക്കവിടെ പോയി തന്നെ നോക്കാം. വാ പോരെ. സർപ്രൈസ് ഒക്കെ ഇതാ ഇന്ന് ഇവിടെ പൊട്ടാൻ പോവാണ്. ഞാൻ പറഞ്ഞ ആൾക്കാർ, സ്ഥലം, ഫുഡ് എല്ലാം ഇവിടെ റെഡി ആയി നിൽക്കുകയാണ്. ദാ കണ്ടോളൂ, ഇവരാണ് ഇന്ന് നമുക്ക് വേണ്ടി അയലത്തെ അടുക്കളയിൽ ഫുഡ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ചേച്ചിമാരൊന്നും അല്ല, ദാ ഈ നിരന്ന് നിൽക്കുന്ന ചേട്ടന്മാരാണ്. ഇവര് ഇവിടുത്തെ ഉത്രം സ്വയം സഹായ സംഘം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലുള്ള ചേട്ടന്മാരാണ്. ഇനി ഇവരെ തന്നെ പരിചയപ്പെടുത്താം. ചേട്ടൻ തുടങ്ങിക്കോ. എന്താ പേര്? എൻ്റെ പേര് ലിജു. രതീഷ്, രാജീവ്, അരുൺ, ഗോപൻ, റോഷൻ, ഷിബു, രാജേഷ്. ഇവരാണ് ഇന്ന് നമുക്ക് വേണ്ടി കുക്ക് ചെയ്യാൻ പോകുന്നത്. എന്താണ് കുക്ക് ചെയ്യാൻ പോകുന്നത്? അതിനു മുന്നേ എന്താണ് ഈ സ്വയം സഹായ സംഘം? നിങ്ങൾ എന്താണ് സെറ്റപ്പ്? ഈ സ്വയം സഹായ സംഘം എന്ന് ആവുന്നതിന് മുമ്പ് ഒരു ജനറേഷൻ്റെ കാര്യം പറയേണ്ട കാര്യം, നമ്മുടെ അച്ഛന്മാരെല്ലാവരും ഒരു വൈകിട്ട് തേണൊക്കെ ഒത്തുകൂടുകയും കാര്യങ്ങളൊക്കെ സംസാരിച്ച് പിരിയുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. ഇപ്പോൾ അതേ രണ്ടാമത്തെ തലമുറയും മക്കളും വരും അതേ സുഹൃത്ത് ബന്ധം ഇപ്പോഴും കൊണ്ടുപോകുന്നു. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഇനി ഉത്രം എന്ന് പേര് വരാൻ കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഈ സംഘം രൂപീകരിക്കുന്നതിന് മുമ്പ് ഒരു 14 വർഷം മുമ്പാണ് ഈ കൂട്ടായ്മ തുടങ്ങിയത്. നമ്മൾ അടുത്തൊരു തമ്പുരാൻ ക്ഷേത്രമുണ്ട്. അപ്പോൾ ആ തമ്പുരാൻ ക്ഷേത്രത്തിൽ നമ്മളവിടെ ഉത്രം 4-ലാണ് ഉത്സവം നടക്കാറ്. അപ്പോൾ അതുകൊണ്ടാണ് ആ പേര് നമ്മൾ എടുത്തത്. പക്ഷേ ഈ പേര് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒത്തിരി എൻ്റർടൈൻമെൻറ്റ്, നമ്മൾ ഈ കലാപരിപാടികൾ, അതുപോലെ സ്പോർട്സ്, ഓണത്തിന് ഉള്ള പ്രോഗ്രാംസ്, അങ്ങനെ പണ്ട് തൊട്ടേ ഉണ്ട്. നമ്മൾ ഈ കൂട്ടായ്മ 14 വർഷം മുമ്പാണ്. പക്ഷേ ഈ എന്താണ് ഈ സംഘം നമ്മൾ തുടങ്ങിയിട്ട് ഏകദേശം 4 വർഷം ആവത്തേ ഉള്ളൂ. അതായത് പേരൊക്കെ അതെ, രജിസ്റ്റർ ചെയ്ത് നമ്മളൊരു
സ്വയം സഹായ സംഘം തുടങ്ങി. അങ്ങനെ ആയിട്ട് 4 വർഷമായിട്ടുള്ളൂ. പക്ഷെ 14 വർഷമായിട്ട് ഇവര് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടായിട്ട് ഇതൊക്കെ ഞാൻ കൊണ്ടുപോവാണ്. മറ്റേ പണ്ട് മറ്റേ ആൽമരത്തിന്റെ ഒക്കെ ചുറ്റും ഇരിക്കുന്ന സെറ്റപ്പ് ആയിരിക്കുമല്ലേ നിങ്ങള്? അപ്പൊ എന്താണ് ഇത് നമുക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നത്? എന്താണ് സെറ്റപ്പ് എല്ലാം? പറഞ്ഞോളൂ, വിവരിച്ചോളൂ. ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഡിഷാണ്. അത് കാണുമ്പോ തന്നെ അറിയാം വെറൈറ്റി ആണെന്ന് തന്നെയാണല്ലോ. അപ്പോഴേ കാണുന്നുണ്ട് ചിക്കൻ. ചിക്കൻ ഇതുപോലത്തെ 3 എണ്ണമാണ് നിങ്ങൾക്ക് വേണ്ടി നമ്മളിവിടെ റെഡിയാക്കിയിട്ടുള്ളത്. മീനുണ്ട്. മീൻ പിലോപ്പി. പിലോപ്പി. പിലോപ്പി എന്ന് പറഞ്ഞ മീനാണ്. പുഴുങ്ങിയ കോഴിമുട്ട ഇരിപ്പുണ്ട് 3 എണ്ണം. അതിന്റെ സൈഡിൽ ഇതാ കപ്പ വെച്ചിട്ടുണ്ട്. അതും നമുക്കുള്ളതല്ലേ? അപ്പൊ തുടങ്ങിയാലോ ഐശ്വര്യമായിട്ട്? ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക്, ടൊമാറ്റോ ഇത്രയും സാധനം പേസ്റ്റ് ആക്കി വെച്ചതാണ്. ഇതിലേക്ക് ബാക്കി ആഡ് ചെയ്തോ? കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞു. ഇനി അടുത്തത് കണക്ക് എങ്ങനെയാ? വാരി അങ്ങ് ഇടുക. കണക്ക് ഒരു തോതുണ്ട്, നമുക്കൊരു കണക്കുണ്ട്. ചിക്കൻ മസാല അതും ആവശ്യത്തിന്. അടുത്തത് മുളക് പൊടി അതും ആവശ്യത്തിന്. ഗരം മസാല അത് ഒരു പരുവത്തിന്. അതെന്താണ് ആവശ്യത്തിൽ നിന്ന് വ്യത്യാസം? അത് പരുവം നോക്കിയില്ലെങ്കിൽ കുഴയും. ഇനി ഇത് മിക്സ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത. വെള്ളത്തിലാണ് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാരും അപ്പൊ ഇവിടെ അടുത്തൊക്കെ തന്നെ ഉള്ളതാണോ അല്ലെങ്കിൽ അടുത്തടുത്ത് തന്നെ വീടാണ്? നിങ്ങളുടെ വീട്ടുകാരാണോ നിൽക്കുന്നതൊക്കെ? നമ്മുടെ അടുത്ത സുഹൃത്തിന്റെ വീടാണ് ഇവിടെ. പുള്ളി വരും. ഉടനെ വരും. ഇതില് ഒരു 3 സഹോദരങ്ങളുള്ള ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റും. 3 സഹോദരങ്ങൾ ഈ ഗ്രൂപ്പിലുണ്ട്. കുഞ്ഞു പിള്ളേരല്ല, നമ്മളെ ഈ സംഘത്തിൽ 3 പേര് സഹോദരങ്ങളാണ്. ഈ ചേട്ടൻ ഓക്കെ. ചേട്ടന്റെ പേരെന്തായിരുന്നു? പ്രതീക്ഷയായിട്ട് മാച്ച് ആയിട്ടുള്ള പേര് ഈ ചേട്ടൻ. ഇനി ഇതിൽ ഏതാണ് മൂത്തതെന്ന് കൂടെ പറയാം. മൂത്തത് ഏതാണെന്ന്? മൂത്തത് എന്നാ ഇതാണ് അത് 2 ഏറ്റവും ഉള്ളതാണ്. ചിക്കനിലേക്ക് മസാല പെരട്ടാണ്. പച്ചമുളക്, തക്കാളി, കറിവേപ്പില എല്ലാം അങ്ങനെ തന്നെ. അപ്പൊ നമ്മുടെ ചിക്കൻ പെരട്ടി, ചിക്കനകത്ത് സവാളയും പച്ചമുളകും കറിവേപ്പിലയും തക്കാളി, ഒരു മുട്ടയും ഒരു പുഴുങ്ങിയ മുട്ടയും കൂടെ വെച്ചിട്ട് വാഴയിലയിൽ പൊതിഞ്ഞങ്ങോട്ട് കെട്ടി അലൂമിനിയം ഫോയിൽ എടുത്തിട്ട് അത് നമ്മൾ ഈ വാഴയിലയുടെ പൊക്കത്ത് കൂടെ പൊതിയാണ്. ചിക്കൻ 3 എണ്ണം എന്താ ഇവിടെ പെരട്ടി വെച്ചിട്ടുണ്ട്. ഇനി മീൻ എന്താ ചേട്ടൻ രതീഷ് ചേട്ടൻ പുരട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചെളി കുഴച്ചിട്ട് നമ്മൾ ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ്. അങ്ങനെ ചെളിയിൽ കുഴച്ച് ഇവരവിടെ കൃത്യമായിട്ട് ചെളി കുഴച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ചെയ്യുമോയെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ സംഭവം. ഇതെങ്ങനെയാ നിങ്ങൾ ഈ ഡിഷ് ഇവിടെ പണ്ടോട്ടേ ഉള്ളതാണോ അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടായ്മ കണ്ടുപിടിച്ചെടുത്തത്? നമ്മളത് പല സുഹൃത്തുക്കളും ഗൾഫിലായിരുന്നു. അപ്പൊ ഗൾഫിലൊക്കെ ഇതിനൊക്കെ ഒരു ഗ്രിൽഡ് ചിക്കൻ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഉണ്ടായിരുന്നു. മറ്റേ അൽഫാമൊക്കെ അപ്പൊ ഒരു കമ്പിയിലെ കുരുത്ത് ഉണ്ടാക്കുന്നു. അപ്പൊ നമ്മൾ നാട്ടിൽ ചെയ്തിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ തന്നെ കണ്ടുപിടിച്ച ഒരു പുതുമയാണിത്. ഇങ്ങനെ ചെയ്താൽ എന്ത് പറ്റും. അപ്പൊ അത് സക്സസ് ആയി. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ മറ്റേ വേറെ പരിപാടി ഒന്നും ചെയ്തിട്ടില്ല. ഇത് മാത്രം ചെയ്തു. നിങ്ങൾ ഇടക്ക് കൂടിയിട്ട് ഒരു വിശേഷ ദിവസങ്ങളിലോ ന്യൂ ഇയറോ അല്ലെങ്കിൽ പെരുന്നാളോ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ വൈകിട്ട് സമയങ്ങളിൽ സാധാരണ സന്ധ്യയ്ക്ക് നമ്മൾ ചെയ്യുന്നത്. എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ആ ഒരു ടൈം ഒരു 6 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ ഒരു 8 മണിയാകുമ്പോൾ സാധനം ഒരു 9 മണിയാകുമ്പോൾ ഫുള്ള് കഴിച്ചിട്ട് പോവാം. ചെളി ഇവിടെ വാഴയിലയിൽ പരത്തിക്കൊണ്ടിരിക്കുകയാണ്.
ചിക്കൻ അതിന്റെ മേലെ വെച്ചു. ചേട്ടാ ഇതിന്റെ പേരെന്താ? ഇതൊരു പ്രത്യേകം ഡിഷാണ്. ഇത് മഡ് ഫ്ലാപ്പ് ചിക്കൻ എന്നാണ് നമ്മൾ ഇപ്പൊ ഇട്ടേക്കുന്ന പേര്. മഡ് വെച്ച് ഇങ്ങനെ ചുമ്മാ പറയാട്ടെ, ഇവരിതിന് പേരിട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടപ്പോ പുള്ളി മാറി പുതിയ ഡിഷാണത്. എന്താണ് ഇതിന്റെ പേര്? മഡ് ഫ്ലാപ്പ് ചിക്കൻ എന്നാണ് പുള്ളി ഇപ്പൊ ഇട്ടേക്കണ പേര്. ചൂള എടുക്കുന്ന പോലെ ഇതിങ്ങനെ അടുക്കി വെച്ചേക്കാണ്. 4 സൈഡിൽ നിന്നും തീയും കൊടുത്ത് നമ്മൾ ചിക്കൻ വേവിക്കാൻ വേണ്ടി വെച്ചേക്കാണ്. ഇതിനിപ്പോ 1 മണിക്കൂർ അല്ലേ? 1 മണിക്കൂർ. ആ, ഇതിങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അപ്പൊ ആരാണ് പാട്ട് പാടാൻ പോകുന്നത്? 5 വർഷമായിട്ടൊരു നമുക്കൊരു സ്വന്തമായിട്ടൊരു കരോക്കെ ടീമുണ്ട്. ചിന്താ ബോയ് ശ്രീദുർഗ എന്നാണ് നമ്മുടെ ട്രൂപ്പിന്റെ പേര്. ഇവിടെ ബേസ്ഡ് ആണ്. നമ്മൾ കരോക്കെ ഗാനമേളയാണ് ട്രാക്ക് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ പരിസരത്തുള്ള ഒത്തിരി സപ്പോർട്ട് ഉള്ളത് കൊണ്ട് നമുക്ക് ഒത്തിരി പ്രോഗ്രാംസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ വർഷം ഉത്സവ സീസൺ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് പ്രോഗ്രാം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രോഗ്രാമിലൂടെ ചിലപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാം കണ്ട് അറിയട്ടെ. നമുക്ക് എന്തായാലും ഇപ്പൊ കരോക്കെ ഇല്ല. കരോക്കെ ഉണ്ടെന്ന് വിചാരിച്ചങ്ങട് പാടിക്കോളൂ. അപ്പോൾ ഒരു കലാമണിയുടെ നാടൻ പാട്ട്, നാടൻ ഡിഷല്ലേ? അപ്പൊ നാടൻ പാട്ടില്ല. ഒറ്റയ്ക്ക് അഭിനയിച്ച ഒരു ചിത്രം ഉണ്ടായിരുന്നു, ഫോറസ്റ്റ് ഗാർഡായിട്ട് അഭിനയിച്ച. അത് ഞാൻ വലിയതായിട്ട് ആ പാട്ട് ഹിറ്റായിട്ടൊന്നുമില്ല. അത് നല്ലൊരു പാട്ടാണ്. അത് കുറച്ച് വരി ഞാൻ പാടാം. കാട്ടുകുറുമ്പത്തി കരിനീല കണ്ണാളെ നിൻ കാട്ടു കല്യാണത്തിന് പെണ്ണെ നാള് കുറിച്ചല്ലോ, നിന്റെ നാട്ടു കല്യാണത്തിന് പെണ്ണെ നാള് കുറിച്ചല്ലോ. കരളിന് കുളിരുണ്ടോ കനവില് നീയാണ്, നിന്റെ കാതിലാരടി കല്ല് വച്ച കമ്മല് ചാർത്തിച്ചു, നിൻ കാതിലാരടി കല്ല് വച്ച കമ്മല് ചാർത്തിച്ചു. കരളിന് കുളിരുണ്ടോ എൻ്റെ നാടൻ പെണ്ണാളെ, കരയിറകി കരയണ കുറുമ്പി കാന്താരി പെണ്ണേ, ആട്ടുമലയിൽ ഓടി നടക്കണ പെണ്ണല്ലേ, കാട്ടരുവിയിലാടി നടക്കും മുത്തല്ലേ, നിൻ കഴുത്തിൽ താലി ചാർത്തണതോർത്ത് പാടുന്നേ, നാളെയല്ലടി കാടിളക്കണ കാട്ടു കല്യാണം. ആട്ടുകുറുമ്പത്തി കരിനീല കണ്ണാളെ നിന്റെ കാട്ടിലാരടി കല്ല് വച്ച കമ്മല് ചാർത്തിച്ചു, നിൻ കാതിലാരടി കല്ല് വച്ച കമ്മല് ചാർത്തിച്ചു. നല്ല ചൂടാണ്. ഇതിനിപ്പോ 1 മണിക്കൂർ വേണ്ട ഇങ്ങനെ 1 മണിക്കൂർ ഇങ്ങനെ കുക്ക് ചെയ്യണം. അപ്പോഴത്തേനും രാത്രിയാവും. ഇപ്പൊ ഓൾറെഡി സന്ധ്യയായി, നമ്മൾ തുടങ്ങി സന്ധ്യയായി. അവിടെ നമ്മുടെ ചിക്കൻ വെന്തോണ്ടിരിക്കുകയാണ്. ചേട്ടാ, ഈ കപ്പയും മീനും അപ്പൊ നമ്മള് എപ്പോഴാണ് കുക്ക് ചെയ്യണത്? മീനും പുരട്ടി വെച്ചല്ലോ, ഒരു 3/4 വേവായതിനു ശേഷം മാത്രമേ അത് ഇടത്തുള്ളൂ. ആ, ഈ മീൻ നിങ്ങൾ ഇവിടുന്ന് പിടിച്ചതാണോ? നിങ്ങൾ ചൂണ്ടയൊക്കെ ഇട്ടേക്കണോ? ഞാൻ ഇവിടെ നടന്നപ്പോ ഇവിടെ ചൂണ്ടയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. വളർത്തുന്ന സ്ഥലത്തുനിന്ന് വാങ്ങിയതാണ്. ഇവർ ആക്ച്വലി ഭയങ്കര സൂപ്പർ ആട്ടോ. അതായത് നമ്മളൊക്കെ ഇപ്പോ പണ്ട് 10 പഠിച്ച ഫ്രണ്ട്സിനെ പോലും കാണാൻ പറ്റുന്നില്ല. എല്ലാവരും ഭയങ്കര ബിസിയാണ്. ഇവര് ദുബായിൽ നിന്നും മിലിറ്ററിയിലുള്ള ആൾക്കാർ വരെ 14 പേരും സമയം ഉണ്ടാക്കി ഒരുമിച്ച് കൂടും. വർഷത്തിലൊരിക്കലെങ്കിലും അല്ലേ? വർഷത്തിലൊരിക്കലെങ്കിലും ഉത്സവത്തിന്റെ സമയത്തെങ്കിലും ഒരുമിച്ച് കൂടും. ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നത് നിങ്ങൾ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. ഇനി അങ്ങനെ തന്നെ പോണോന്നാണ്. പക്ഷെ ഞങ്ങളുടെയൊക്കെ ജനറേഷൻ ഈ ഫോണും കാര്യങ്ങളൊക്കെ ആയി അതിലേക്ക് പോയപ്പോ ഇതൊന്നും ഇല്ല. ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റിയത് തന്നെ വലിയ സന്തോഷം. ആറ്റിങ്ങൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് ആറ്റിങ്ങൽ ടൗൺ ആണെന്നാണ്. ഇവിടെ വന്നപ്പോഴാണ് അവിടെ നിന്ന് വീണ്ടും ഉള്ളിലേക്ക് 3-4 കിലോമീറ്റർ ഒക്കെ വന്ന് ഇങ്ങനെ ഒരു ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലത്തേക്കാണ് വരുന്നത്. ഔട്ട്ഡോർ ആണെന്നൊക്കെ ഞാൻ അറിയുന്നത്.
നിങ്ങൾക്ക് ടൗണിൽ പോവാനായിട്ട് ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് തന്നെയാണ്, നമ്മുടെ 4 കിലോമീറ്റർ അടുത്താണ്. നസീർ സാറിന്റെ വീട് ഇവിടെ അല്ലേ? ചെറിയങ്കീഴ് ഇവിടെ അടുത്താണ് നസീർ സാറിന്റെ വീട്. നടുക്കാണ് ഈ സ്ഥലം. പിന്നെ പറഞ്ഞല്ലോ ഭരത് ഗോപി സാറിന്റെ ഇവിടെ തന്നെയാണ്. GK പിള്ളை. ഒരുപാട് പേരുണ്ട്, കലാകാരന്മാരുടെ നാടാണ്. കൊതിയായിട്ട് വയ്യ, രാത്രിയായി. എന്നാ പിന്നെ തുറന്നാലോ? അപ്പൊ എനിക്ക് എന്തായാലും ഇതെല്ലാം കണ്ടിട്ട് കൊതിയായിട്ട് വയ്യ. ഞാനിപ്പോൾ എന്തായാലും ഇവിടെ ഇരുന്ന് ഇത് മുഴുവൻ ടേസ്റ്റ് ചെയ്തിട്ട് പോവുള്ളൂ. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാ. ചേട്ടാ അതിങ്ങ് എടുത്തോ. ആ സമയം നമ്മുടെ അരുൺ ചേട്ടാ, ബിച്ചു ചേട്ടാ, എന്നാ പിന്നെ ഒരു നാടൻ പാട്ടായാലോ നമുക്ക്? അപ്പൊ നമുക്ക് അടുത്ത അടുക്കളയിലേക്ക് കാണുമ്പോഴേക്കും എല്ലാവരും ഒരു ബൈ പറഞ്ഞേ. ബൈ. This is 24.